നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. CPM-നെ എങ്ങനെ പോയാലും കുരുക്കുകളും വിലക്കുകളുമാണ്. ഇതാ തേങ്ങയിടുന്നത് വരെ തടഞ്ഞിരിക്കുകയാണ് നമ്മുടെ നേതാക്കൾ. കാസർഗോഡ് അപ്രോച്ച് റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കുടുംബത്തിന് CPM ഊരുവിലക്ക് ഏർപ്പെടുത്തിയെന്നും പറമ്പിൽ തേങ്ങയിടുന്നത് തടഞ്ഞെന്നുമുള്ള ആരോപണത്തിൽ പ്രതികരണവുമായി CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CH കുഞ്ഞനമ്പു രംഗത്തേക്കെത്തി. പാർട്ടിക്ക് ഒരാളെയും ഊരി വിലക്കേണ്ട ആവശ്യമില്ലെന്നും കുഞ്ഞനമ്പു പറഞ്ഞു. സ്ഥലമേറ്റെടുപ്പിൽ അമ്പല കമ്മിറ്റിയാണ് തർക്കം. പാർട്ടിക്ക് റോഡില്ല എന്നും കുഞ്ഞനമ്പു പറയുന്നുണ്ട്. പ്രവർത്തകർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും, CH കുഞ്ഞനമ്പു പറഞ്ഞു. പാർട്ടി ഗ്രാമമായ നീലേശ്വരം പാലായിൽ പാലാക്കുഴുവൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പുഴക്കര വീട്ടിൽ MK രാധയ്ക്കും കുടുംബത്തിനുമാണ് ദുരനുഭവം ഉണ്ടായത്. കയ്യൂർ സമരത്തിൽ MSP-കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയിട്ടും സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണ്ട എന്ന് പ്രഖ്യാപിച്ച PP കുമാരന്റെ മകളുമാണ് രാധ. കഴിഞ്ഞ 11 വർഷമായി ഈ പീഡനം സഹിക്കുകയാണ് ഈ കുടുംബം. സ്വന്തം വീട്ടിൽ താമസിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ. അവിടെ നിന്നും ഞങ്ങൾക്ക് ആട്ടിയോടിക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. ഭീഷണിപ്പെടുത്തുകയും ദ്രോഹിക്കുകയുമാണ് അവർ. പറമ്പിലെ തേങ്ങയും ആദായങ്ങളും അവർ എടുത്തുകൊണ്ട് പോകുന്നു. രാധയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. തല്ലിയോടിച്ചു എന്ന് പറയുന്നതാവും നല്ലത്. ഉടുതുണി വരെ അവർ ഊരിയെറിഞ്ഞു. കുറെ കുടുംബശ്രീ പ്രവർത്തകരും CPM-ന്റെ മറ്റു നേതാക്കളുമായിരുന്നു ഇതെല്ലാം ചെയ്തത്. സ്ഥലം തരുന്നില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇവർ ഇതൊക്കെ ചെയ്യുന്നത് 2018-ൽ നീലേശ്വരം പാലായിലെ MK രാധയുടെ മകൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചതാണ് കാരണം. ഈ പകയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഊരുവിലക്കും. കാസർഗോഡ് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ പറൂൺ വില്ലേജിലെ പാലായിൽ തേജസ്വനി പുഴയിൽ താമസിക്കുന്ന ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു കുടുംബത്തിനെ തന്നെ ഊരുവിലക്കിലേക്ക് ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 2012-ൽ തുടങ്ങിയ വിവാദം അതൊരു വെറും വികസന തർക്കമല്ല എന്ന് കുടുംബം പറയുന്നു. 1957-ൽ കമ്മീഷൻ ചെയ്ത ഷട്ടർ കം ബ്രിഡ്ജ് പദ്ധതി ഇക്കാലം അത്രയും സാക്ഷാത്കരിക്കാതെ മുടങ്ങിക്കിടക്കുകയും പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ തയ്യാറെടുക്കുമ്പോൾ രാധയും വീട്ടുകാരും അതിന് എതിരെ നിൽക്കുകയാണെന്നുമാണ് CPIM ഇവർക്ക് നേരെ ഉന്നയിക്കുന്ന പരാതി. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദികൾ ഞങ്ങളാണോ എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും കുടുംബവും പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവരുടെ കുടുംബമായിട്ട് പോലും ഊരുവിലക്ക. 2012-ൽ EMS ഭവന പദ്ധതി പ്രകാരം തേജസ്വനി പുഴയിൽ സ്ഥാപിക്കുന്ന ഷട്ടർ കം ബ്രിഡ്ജും അതിന് നിർമ്മിക്കാൻ പോകുന്ന അപ്രോച്ച് റോഡുമാണ് പ്രശ്നത്തിന്റെ തുടക്കം. ഈ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ 70 മീറ്റർ അകലെ കൂടി മുനിസിപ്പാലിറ്റി റോഡ് കടന്നു പോകുന്നുണ്ട്. അത് ചെയ്യാതെ വളഞ്ഞ വഴിയിൽ കൂടി ചിലരുടെ സ്വാർത്ഥ താല്പര്യം രാധയുടെ പറമ്പിലോട്ട് റോഡ് വെട്ടുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഭക്തസാക്ഷി കുടുംബത്തോട് CPM കാണിക്കുന്നത് അന്യായം തന്നെ. സ്വന്തം പറമ്പിൽ നിന്നും തേങ്ങിടാൻ പോലും കഴിയുന്നില്ല. 1998-ലാണ് കൊഴുവൽ ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന 1.25 ഏക്കറോളം ഭൂമിയിൽ ഒരു കുടുംബം താമസം തുടങ്ങുമ്പോൾ പ്രശ്നം ആരംഭിക്കുന്നത്. ആ സമയത്ത് വീട്ടിലായിരുന്നു പൂരക്കളി കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പൂരക്കളി അമ്പലപ്പറമ്പിലേക്ക് മാറ്റി. സ്വാഭാവികമായും അന്ന് അമ്പല കമ്മിറ്റിയിലുണ്ടായിരുന്ന സ്ഥലനഷ്ടം പറമ്പിൽ നിന്നും 4.25 സ്ഥലം അമ്പലപ്പറമ്പിനെ ഏറ്റുകൊടുത്ത് കുടുംബം പരിഹരിച്ചു. 10-16 വർഷക്കാലം അവിടെ പൂരക്കളി കളിച്ചതിന് ശേഷം നിങ്ങളുടെ പറമ്പിൽ പൂരക്കളി കളിക്കുന്നതാണ് ദൈവികമെന്നും പ്രശ്നം വെച്ചപ്പോൾ അതങ്ങനെ തെളിഞ്ഞതാണെന്നും പറഞ്ഞ് അമ്പല കമ്മിറ്റിക്കാർ സമീപിച്ചു എന്നും കുടുംബം പറയുന്നു. ദൈവികപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ സമ്മർദ്ദത്തിലും മറ്റു അമ്പല കമ്മിറ്റിക്ക് ഞങ്ങൾ 4.25 സ്ഥലം കൊടുക്കേണ്ടി വന്നു. നേരത്തെ കൊടുത്ത 4.25 സെന്റ് സ്ഥലം തിരിച്ചു തരും എന്ന വാക്കാൽ പറഞ്ഞ പ്രകാരമായിരുന്നു സ്ഥലം കൊടുത്തത്. പക്ഷെ അതുണ്ടായില്ല. പിന്നീട് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ 2012-ൽ ഇവർ റോഡിന് വേണ്ടി 11 മീറ്റർ അകലത്തിൽ കുറ്റിയടിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത് ചെയ്തത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കോടതിയിൽ പരാതി ഫയൽ ചെയ്ത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു. എന്നാൽ ഈ ഓർഡർ നിലനിൽക്കെ തന്നെ 2016 ഏപ്രിൽ 26-ന് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ പിന്തുണയോടെ അമ്പല കമ്മിറ്റിയും ചേർന്ന് പൂരക്കളി കളിക്കുന്ന പറമ്പിലെ അവർ റോഡ് വെട്ടിയതിനു ശേഷം അവർ പറമ്പിൽ നിന്നും തേങ്ങ പറിക്കുവാനും ആദായം എടുക്കാനും തുടങ്ങി. കുടുംബത്തെ ഒന്നും എടുക്കാനും സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ടെന്നും ആ കേസ് കൊടുത്താൽ ഈ പറമ്പിലെ തേങ്ങയും ആദായവും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് അവർ ഇതെടുക്കുന്നതെന്നും രാധയുടെ മകൾ നേരത്തെ ആരോപിച്ചിരുന്നു. പൂട്ടുപൊളിച്ചവർ തേങ്ങയൊക്കെ കൊണ്ടുപോയി വീട്ടിലെ പ്ലംബിങ്ങിന്റെ പൈപ്പുകൾ കട്ട് ചെയ്ത് കളയുകയും കിണറ്റിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയും എല്ലാമാണ് ഉപദ്രവിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ പോലീസുകാർക്ക് പരാതി കൊടുത്തതാണെന്നും വർഷങ്ങൾക്ക് മുൻപ് ആരോപണമെത്തി. 2018-ലും രാധയെ ആക്രമിച്ചു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വിവാദവും. ഈ വിവാദം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ കെട്ടിപ്പൊക്കലാണോ എന്നൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.